പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അങ്ങനെയുള്ള നല്ലൊരു സ്ഥലത്താണ് നമ്മളിന്ന് പോകുന്നത് കണ്ടാ. അപ്പോ പിന്നെ ഇത് തൊട്ടപ്പുറത്തുനിന്ന് വളരെ ഫേമസ് ആയ ഒരു കള്ളുഷാപ്പ എന്ന് പറയുന്ന ഫാമിലി റെസ്റ്റോറന്റ് പോലത്തെ കള്ളുഷാപ്പ. ഞാൻ ഇതുവരെ പറഞ്ഞില്ല, ഞാനൊരു ആള് പറഞ്ഞിട്ട് അറിഞ്ഞതാണ്. അപ്പൊ നമുക്ക് മെല്ലെ ഒന്ന് പോയി നോക്കാം. ഇനി പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ കള്ളുടിക്കാൻ പറ്റുന്നത് പറയുമെന്ന് അറിയാം, അതാ ഏറ്റവും വലിയ പേടി. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് മെല്ലെ അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, നല്ല സ്ഥലം, എന്താ രസം, നല്ല രസമുണ്ട് കേട്ടോ. ഇത് ചിലപ്പോൾ ആരുടെങ്കിലും പറമ്പായിരിക്കും, ഇവരെന്നെ പറമ്പായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പിന്നെ ഈ സ്ഥലത്തന്നെ എടുത്തിട്ടുണ്ടാവുക. നമുക്ക് നോക്കാം. ഇത് എളമ്പക്കയാ? ഇത് എന്താക്കിയത്, വറുത്തത് അല്ലെങ്കിൽ എന്ത് മസാല ഇട്ടിട്ടുണ്ടാക്കിയതാ? തേങ്ങയിലിട്ട് വറുത്തത്. നിങ്ങൾ വാങ്ങിയിട്ട് നുള്ളിട്ടാക്കുന്നത് അല്ലെങ്കിൽ ഇറച്ചി ഇങ്ങനെ ഇറച്ചിയായിട്ട് വരുന്നത്? ആ, ഇതെന്താ സാധനം? ചൂരക്കറി. ഇവന്റെ ഇഷ്ടമില്ലാത്ത സാധനം ചൂര. പിന്നെ ചിക്കൻ മാർസും 3 സെറ്റ് മുയലേ ഉള്ളൂ, ബാക്കി കഴിഞ്ഞു. പക്ഷെ ഇത് തണിഞ്ഞതായിരിക്കുമല്ലോ, ചൂടിലൊന്നും കിട്ടൂലല്ലോ. പിന്നെ ചിക്കൻ, ഇത് പന്നിയിറച്ചി. പിന്നെ കപ്പയും ദോശ എല്ലാം കുറെ ഐറ്റംസ് കഴിഞ്ഞു. അപ്പം മാത്രമേ നമുക്ക് കുറച്ച് ഒരു പ്ലേറ്റ് കപ്പയും കുറച്ച് ഇളമ്പക്കയും അല്ലേ. ബാക്കിയുള്ള സാധനം നമുക്ക് അത്ര ഇഷ്ടമില്ല. ചൂര സാധാരണ കഴിക്കലേ ഇല്ല. ചിക്കൻ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ബാക്കിയെല്ലാം തീർന്ന് മുയലിറച്ചി ഉണ്ട്. മുയലിറച്ചി വേണ്ടെന്ന് വിചാരിക്കും. മുയലൊന്നും ഇറച്ചിന്നില്ല പറഞ്ഞേ, അല്ലെങ്കിൽ എനിക്ക് വേണ. നമുക്ക് കുറച്ച് ഇളമ്പക്കയും കപ്പി അടിച്ചു വെക്കാം. ഇത് കണ്ട തെങ്ങ്, കള്ളെടുക്കുന്ന തെങ്ങ് ഇതാ ഇവിടെ നിന്നാണ് ഇവർ കള്ളെടുക്കുന്നത്. കണ്ട ഈ തെങ്ങുമെന്ന് കുറച്ചപ്പുറം 3-4 തെങ്ങുമെന്നും എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കള്ള് എടുത്തിട്ടാണ് ഇവിടെ ഇരുന്ന് കൊടുക്കുന്നതാന്ന് പറയുന്നത്. അപ്പോൾ കണ്ടാ തെങ്ങുകൾ 2-3 തെങ്ങുകൾ. ഇത് മെയിൻ തെങ്ങാന്ന്, ഇവിടെ മുറ്റത്ത് തന്നെയുള്ള തെങ്ങാന്ന്. അപ്പോൾ നമുക്കത് അവിടെ കണ്ട, അവിടെ നിന്നാണ് പിന്നെ ഇവിടുന്ന് പോയി എടുത്ത് ഭക്ഷണം എടുത്തുകൊണ്ട് പിന്നെ അവിടെ പോയിട്ട് കഴിക്കുക. ചെറിയ കൂടാരം പോലെയുണ്ട്, ഇരിക്കേണ്ട സീറ്റുണ്ട്, മേശയുണ്ട്, ഒക്കെ ഉണ്ട്. കിണറുണ്ട്, നല്ല കിണറുണ്ട്, നല്ല ശുദ്ധ വെള്ളമുണ്ട്. നല്ലൊരു വൈബ് സ്ഥലമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഭക്ഷണം അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് നോക്കാം, കഴിക്കാൻ നോക്കാം. അപ്പം ഇത് ദോശയാണ്. അപ്പം വേറെയുണ്ട്, ഇത് ദോശയാണ്. സാധനം തരും, നിങ്ങളത് കൊണ്ടുപോയിട്ട് കഴിക്കണം. അങ്ങോട്ട് കൊണ്ടുപോകണം, നിങ്ങൾ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ ശരി. അപ്പോൾ ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോയി കഴിക്കണം അല്ലേ? അല്ല, ഇവിടുന്ന് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം തീർന്നാണ് പറയുന്നത്. അപ്പോൾ ദോശയുണ്ട്, അപ്പമുണ്ട്. കപ്പ തീർന്നു, ഇനി നമുക്ക് അപ്പാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. നല്ലുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് എടുത്തോടുന്ന പോലെ തന്നെ എന്തോ ഒരു അപ്പം, ദോശ. അപ്പോൾ നല്ല എരിവെല്ലാം ഉണ്ട്. ഇത് പിന്നെ കള്ളുടിക്കന്മാർക്ക് പറ്റിയതാ, നമുക്കത് പറ്റൂല, ഇത്ര എരിവ് പറ്റൂല. നല്ല എരിവുണ്ട്. ഇപ്പം നമുക്കത് കഴിക്കാം. ഇപ്പോൾ അവിടെ എല്ലാവരും ഫാമിലി ആയിട്ടെല്ലാം വന്നിട്ടാണ് ഇവിടുന്ന് കഴിക്കുന്നത്. കുടുംബക്കാർ, അച്ഛൻ, അമ്മ, മക്കളെല്ലാം വന്നിട്ടാണ് കഴിക്കുന്നത്. ഇത് സ്ഥലത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു വീഡിയോ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നിയൊന്ന് പോയിട്ട് കാണണം എന്ന്. പക്ഷെ എനിക്ക് അടുത്ത ഫുഡൊന്നും ഇവര് വലിയ പറയുന്ന പോലത്തെ ഒന്നുമല്ല, എല്ലാ സ്ഥലത്തുള്ള പോലത്തെ സംഭവങ്ങളേ ഉള്ളൂ. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പോയിട്ട് കഴിക്കുക. പറശ്ശിനിക്കടവിന്റെ പാലം കഴിഞ്ഞാൽ ഉടനെ റൈറ്റിലേക്ക് റോഡുണ്ട്. ആ റോഡിനെടുക്കുന്ന താഴേക്ക് പോയിട്ട് കുറച്ചങ്ങോട്ടുള്ളിൽ നടക്കാനുണ്ട്. കുറച്ച് ഇങ്ങനെ വയലിലേക്കൂടി നടക്കാനുണ്ട്, ഒരു പറമ്പ് വയലിലേക്കൂടെ നടക്കാനുണ്ട്. അത് അവരെ പറമ്പാന്നാ പറഞ്ഞാൽ അവിടെ കെട്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.